18 വയസ്സിന് താഴെയുള്ളവർ ഈ വീഡിയോ സ്വൈപ്പ് ചെയ്ത് പോകുക. ബാക്കിയുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ വേറെ ഏത് വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം. കാരണം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത്രയും അൺസെറ്റിലിംഗ് ആണ്, ഭീതിപ്പെടുത്തുന്നതാണ്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഫിനാൻഷ്യറുടെ കേസ് ഫയൽസ് ഒക്കെ റിലീസ് ആയ കാര്യം എല്ലാവർക്കും അറിയാലോ. അത് നമ്മൾ സാധാരണക്കാർക്ക് ആക്സസ് ചെയ്യാൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ആക്സസ് ചെയ്യാൻ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. വൈ ഷുഡ് യു ഡു ദാറ്റ്? കാരണം ഓരോരുത്തരും ഇത് വായിച്ചിരിക്കണം, കേട്ടിരിക്കണം, പഠിച്ചിരിക്കണം. ബിക്കോസ് ദ വേൾഡ് ഇസ് ഡൂംഡ്. നമ്മുടെ ലോകം നശിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ സേഫ് ആണെന്നായിരിക്കുമല്ലോ വിചാരിക്കുന്നുണ്ടാക്കുക. ഇന്ത്യ, കേരള, സൗത്ത് ഇന്ത്യ ഒക്കെ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാവരും ഇത് വായിച്ചിരിക്കണം എന്ന് പറയുന്നത്. എന്റെ നിങ്ങളുടെ ഈ സമയത്തിന് വില ഉള്ളതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി ക്ലിയർ ആയിട്ട് അത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോളാം. മൊത്തം PDF അനലൈസ് ചെയ്യാന്ന് പറയുന്ന ഒടുക്കത്തെ ടാസ്ക് ആണ്. ഏകദേശം 30 ലക്ഷത്തോളം ഫയലുകൾ ഉണ്ട് അതിൽ. കുറച്ച് പേര് അത്രയും ഫയൽസ് നിന്ന് കുറച്ച് മെയിൽസ് gmail.world എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അതായത് ജിമെയിൽ പോലെ ജെഫ്രിക്ക് വന്ന മെയിലുകളൊക്കെ നമുക്ക് അതിലൂടെ കാണാൻ പറ്റും. ഇനി പോയിന്റ് നമ്പർ 1, ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കരുത്. അത് ഫോട്ടോ ആണെങ്കിലും ശരി, ഡോക്യുമെന്റ് ആണെങ്കിലും ശരി, കാണുക, വായിക്കുക, വിടുക. ഇത് എത്ര കാലം ഈ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഈ അടുത്തത് എടുത്തു പോകും. പിന്നെ macOS ഒക്കെ ഉള്ളവർക്ക് പിന്നെയും ധൈര്യത്തിൽ ഡൗൺലോഡ് ചെയ്യാം. ആന്റിവൈറസ് ഒക്കെ ഉണ്ടെങ്കിൽ ആലോചിക്കാം. പക്ഷേ സ്റ്റിൽ ഡോണ്ട് റിസ്ക് ഇറ്റ്. ഇനി ലക്ഷക്കണക്കിന് മെയിലിൽ നിന്ന് നമ്മൾ എന്തെന്ന് വിചാരിച്ചാൽ തരിക? അതിനൊരു കോഡ് ഉണ്ട്. പബ്ലിക്കായി പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം. അതിൽ കുറച്ച് കോഡുകൾ എന്താണെന്ന് വെച്ചാൽ, ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞ ആൺകുട്ടികൾ, പിസ എന്ന് പറഞ്ഞ പെൺകുട്ടി, അതിൽ ചീസ് എന്ന് പറഞ്ഞ ചെറിയ പെൺകുട്ടികൾ, പ്രായമെത്താത്ത പെൺകുട്ടികൾ, പിന്നെ പാസ്ത എന്ന് പറഞ്ഞാൽ അതേപോലെ പ്രായമെത്താത്ത ആൺകുട്ടികൾ, ഇനി ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ മെയിൽ. ഇന്നലെ നമ്മൾ MJയുടെ വീഡിയോ ചെയ്ത സമയത്ത് 13 ഫാമിലീസിനെ കുറിച്ച് പറയുന്നില്ലേ? ലോകം ഭരിക്കുന്ന 13 ഫാമിലീസ്. അതിലൊരു മെയിൻ ഫാമിലിയാണ് റോത്സ്ചൈൽഡ്. 1700കളിൽ തുടങ്ങിയ ബാങ്കിംഗ് ശൃംഖല ഇന്ന് ലോകത്തിലെ സകല മേജർ ഫിനാൻഷ്യൽ ഡിസിഷൻസും തീരുമാനിക്കുന്ന ഒരു ജയന്റ് ബാങ്കിംഗ് സിസ്റ്റം. അത്രയും ജയന്റ് വെൽത്ത് ഉള്ള, അത്രയും ബാങ്കുകളുള്ള ഫാമിലിയുടെ ഒരു ബാങ്കിന്റെ CEO ആണ് അരിയാന ഡേ റോത്സ്ചൈൽഡ്. ഇനി അവര് ജെഫ്രിക്ക് അയച്ച മെയിലാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത്. ഇനി ഫസ്റ്റ് അരിയാനയുടെ മെസ്സേജ് ജെഫ്രിക്ക് വരുന്നു. നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ നാളെ പാരീസിൽ പോകും, അത് കഴിഞ്ഞ് ഇസ്രായേലിൽ പോകുന്നു. അപ്പൊ ജെഫ്രി തിരിച്ചയക്കുന്നു, സമയം ഉണ്ടെങ്കിൽ കണ്ടാ നന്നായേനെന്ന്. അപ്പം അരിയാന തിരിച്ച് മെസ്സേജ് അയക്കുന്നു, അതിനെന്താ ഞാൻ പ്ലാന് മാറ്റാം, നമുക്ക് ഡിന്നർ സെറ്റ് ആക്കാന്ന് പറയുന്നു. അപ്പൊ ജെഫ്രി തിരിച്ചയക്കുന്നു, നിങ്ങളുടെ വീട്ടിലോ എന്റെ വീട്ടിലോ? എന്റെ വീട്ടിലാണെങ്കിൽ ഡിസ്ട്രാക്ഷൻ കുറയും, നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നല്ല ചീസ് ഉണ്ടാവുന്നു. ഇനി ഇവർ ഏത് ചീസിനെ കുറിച്ചാണ് സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവം. ഇനി ആ പുള്ളിക്കാരിയുടെ വേറൊരു മെയിൽ വായിച്ചതാണ്, ഡിഡ് യു ഗെറ്റ് മൈ വീഡിയോ വിത്ത് ദ ഗേൾസ്? ഇനി നേതൻ മിഹ്റോൾഡെന്നോ മൈറോൾഡെന്നോ പറഞ്ഞിട്ടുള്ള വേറൊരാൾ, അദ്ദേഹം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോസിന്റെ സ്ഥാപകരിൽ ഒരാൾ, മൈക്രോസോഫ്റ്റിന്റെ ചീഫ് ടെക്നോളജിക്കൽ ഓഫീസർ, ബിൽഗേറ്റ്സിന്റെ ഒക്കെ കീഴിൽ വർക്ക് ചെയ്ത ആള്. പുള്ളിയും ജെഫ്രി ആയിട്ട് കോൺസ്റ്റന്റ് മെസ്സേജിംഗ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ മെസ്സേജസ് ഒന്നും കാണാനില്ല, പക്ഷെ ജെഫ്രി അയച്ച റിപ്ലൈസ് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഫസ്റ്റ് ജെഫ്രി ചോദിക്കുന്നു, നിങ്ങൾ എവിടെയാണ് സ്റ്റേ? അപ്പൊ പുള്ളി എന്തോ റിപ്ലൈ അയക്കുന്നു, ആ റിപ്ലൈ നമുക്ക് കാണാൻ പറ്റൂല. അതിനുശേഷം ജെഫ്രി തിരിച്ചയക്കുന്നതാണ്, അത് ശരി, അപ്പൊ റോത്സ്ചൈൽഡിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് തന്നുവിട്ട വൈനും ചീസും ഞാൻ എന്ത് ചെയ്യുന്നു? ഇനി കോഡ് ഭാഷയൊക്കെ ഈ മെയിലിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മെയിൽ തന്നെ ലക്ഷക്കണക്കിനുണ്ട്. ഈ ചീസ് എന്ന് പറയുന്ന ഒരു കോഡിൽ എത്രങ്ങാനും മെയിലാണ്, എത്രയെങ്ങാനും കോൺവെർസേഷൻസ് ആണ് ആ ചീസിനെ കുറിച്ചിട്ട്. ഇനി ഏറ്റവും സങ്കടം വരുന്ന ഒരു ഫോട്ടോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതൊരു പിഞ്ചു പൈതലാണ്. ഇതിനെ അവരാക്കി കൂട്ടിയ കോലാണ് അടുത്ത് കാണിക്കുന്നത്. കാണിക്കാൻ പറ്റൂല എനിക്ക്, അത് ഒരാളും കാണരുതെന്ന് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ഈ ബ്ലർ ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ അകത്ത് മുഖത്ത് 1 ഇഞ്ച് തോല് കൂടിയില്ല. ആ